കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ വായന ആരംഭിക്കുകയാണ്. നമുക്ക് വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കാം. പത്രോസിന് വേണ്ട ശുശ്രൂഷകൾ നൽകിയതിനു ശേഷം ഞങ്ങൾ അടുത്ത പട്ടണത്തിലേക്കുള്ള യാത്ര തുടർന്നു. ഒരു വളവ് ചുറ്റി ചെല്ലുമ്പോൾ ഒരു പറ്റം ആളുകൾ വഴിയോരത്ത് കൂടി നിൽക്കുന്നത് കണ്ടു. ഞങ്ങൾ അവിടെ അടുത്തെത്തിയപ്പോൾ ശിമിയോൻ ചോദിച്ചു, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് വട്ടം കൂടി നിൽക്കുന്നത്? ഏകദേശം 50 പേരടങ്ങുന്ന കൂട്ടത്തിൽ നിന്ന് ഒരു മനുഷ്യൻ തിരിഞ്ഞു നിന്ന് ഞങ്ങളോട് പറഞ്ഞു, താൻ പ്രവാചകനാണെന്നും സൗഖ്യദായകനാണെന്നും അവകാശപ്പെടുന്ന ഒരു മനുഷ്യനാണിത്. എല്ലാ ദിവസവും ഈ നേരത്ത് ഇയാൾ സംസാരിക്കുകയും പലതരം പ്രശ്നങ്ങളുള്ള ആളുകളെ സുഖപ്പെടുത്തുകയും ചെയ്യുന്നു. ഒരുപാട് ആളുകൾ ഇയാളെ കാണുവാൻ ഇവിടെ വരാറുണ്ട്. ഇനിയും ആളുകൾ വരും. സാധാരണ 200 തൊട്ട് 300 വരെ ആളുകൾ ഇയാളെ ശ്രവിക്കുന്നതിന് ഇവിടെ വരാറുണ്ട്. ആരാണ് ഇയാൾ? അനിശ്ചിത ഭാവത്തിൽ എന്നെ കടാക്ഷിച്ചുകൊണ്ട് ശേഷം യാക്കോബ് ചോദിച്ചു. അവൻ്റെ പേര് തോമസ് എന്നാണ്. വിവേകിയായ തോമസ് എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. തന്നെക്കുറിച്ചാണ് ഇയാൾ പറയുന്നതെന്ന മട്ടിൽ എൻ്റെ ശിഷ്യനായ തോമസ് എന്നെ നോക്കി. അത് സ്ഥിരീകരിച്ചുകൊണ്ട് ഞാൻ അവന് ഒരു പുഞ്ചിരിയേകി. മറ്റേയാൾ തുടർന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് അയാളെ ശ്രവിക്കാമല്ലോ. ഒരാൾക്ക് 1 ഷെക്കൽ മാത്രമേ ആവുകയുള്ളൂ. എന്ത്? അവൻ പറയുന്നത് കേൾക്കണമെങ്കിൽ പണം കൊടുക്കണമെന്നോ? യൂദാസ് കറിയാത്ത ആശ്ചര്യം പ്രകടിപ്പിച്ചു. അതെ, അയാൾ വളരെ നല്ലവനും വിശുദ്ധിയുള്ളവനുമാണ്. അയാൾ മറുപടി പറഞ്ഞു. നമുക്ക് നിന്നാലോ കർത്താവേ? പത്രോസ് മന്ത്രിച്ചു. അതെ, കുറച്ച് സമയം നിൽക്കാം, ഞാൻ മറുപടി പറഞ്ഞു. താമസിയാതെ കുറേ ആളുകൾ കൂടി വന്നു ചേർന്നു. അവർ തോമസ് എന്നയാൾ സംസാരിക്കുന്നതിനായി കാത്തു നിൽക്കുമ്പോൾ 2 പേർ സമൂഹത്തിനിലൂടെ നടന്ന് പണം പിരിച്ചു. യൂദാസ് എൻ്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, ഒരുപക്ഷെ നമുക്കും ഇങ്ങനെ ചെയ്യാവുന്നതാണ്. നോക്കൂ, എന്തുമാത്രമാണ് അവർ പിരിച്ചെടുത്തത്. ഞാൻ അവനെ നോക്കി മൃദുവായെന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. ഒരു ചെറിയ പാറയുടെ പുറത്ത് വിവേകിയായ തോമസ് കയറി നിന്നിട്ട് പറഞ്ഞു, എൻ്റെ സ്നേഹിതരെ, ഇന്ന് നിങ്ങൾ ഇവിടെ വന്നതിന് ഞാൻ നന്ദി പറയുന്നു. ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും ഞാൻ എവിടെയാണുള്ളതെന്ന് പറയണം. അങ്ങനെ അവരും അനുഗ്രഹിക്കപ്പെട്ടവരായി തീരും. തൻ്റെ ഭവനത്തിലേക്ക് പോകും വഴി ഒരു സഞ്ചി നിറയെ നാണയങ്ങൾ കണ്ടുകിട്ടിയ ഒരു മനുഷ്യനെക്കുറിച്ച് ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. അയാൾ ആ സഞ്ചി പരിശോധിച്ചപ്പോൾ അതിനുള്ളിൽ അയാളുടെ പാവപ്പെട്ട കുടുംബത്തെ കുറഞ്ഞത് 1 വർഷമെങ്കിലും തീറ്റിപ്പോറ്റാനുള്ള പണമുണ്ടെന്ന് കണ്ടു. എന്ത് ചെയ്യണമെന്ന് അയാൾക്ക് സന്ദേഹമായി. പണം കൈവശം വയ്ക്കണമോ അതോ സിനഗോഗിൽ കൊണ്ടുപോയി ആരുടെ പണമാണിതെന്ന് കണ്ടുപിടിക്കുവാൻ ശ്രമം നടത്തുകയും അങ്ങനെ അതിൻ്റെ ഉടമസ്ഥനെ അത് തിരിച്ചേൽപ്പിക്കുകയും ചെയ്യണമോ? എന്ത് വേണമെന്ന് അയാളുടെ ഉള്ളിൽ വലിയൊരു സംഘർഷമുണ്ടായി. എന്തെന്നാൽ എന്താണ് ശരി അല്ലെങ്കിൽ ഏതാണ് തെറ്റ് എന്നൊരു തീരുമാനം എടുക്കുവാൻ അയാൾക്ക് കഴിയുന്നില്ലായിരുന്നു. ക്രമേണ തൻ്റെ ദരിദ്രമായ കുടുംബത്തെപ്പറ്റിയുള്ള ചിന്തകൾ പണം കൈവശം വയ്ക്കുവാൻ അയാളെ പ്രേരിപ്പിച്ചു. എന്നിട്ട് സിനഗോഗിൻ്റെ മുമ്പിലൂടെ പോകുമ്പോൾ അയാൾ ഉള്ളിൽ പ്രവേശിച്ച് അതിൽ നിന്നും കുറച്ചെടുത്ത് ദശാംശം നൽകി. ഇപ്പോൾ അയാൾക്ക് സന്തോഷമായി. എന്തെന്നാൽ ദൈവത്തിന് നൽകേണ്ടത് അയാൾ നൽകിയിരിക്കുന്നു. അയാൾ വീട്ടിൽ തിരിച്ചെത്തുകയും ബാക്കിയുള്ള പണം കുടുംബത്തെ സംരക്ഷിക്കുവാനും കുടുംബത്തിൻ്റെ ജീവിത നിലവാരം ഉയർത്താനുമായി ഉപയോഗിച്ചു. ചില ആഴ്ചകൾക്ക് ശേഷം ദശാംശം കൊടുത്തതിൻ്റെ ഫലമായിട്ട് സിനഗോഗിലുള്ള തൻ്റെ സ്ഥാനം ഉയർന്നതായി അയാൾ കണ്ടെത്തി. മാത്രമല്ല, ഇപ്പോൾ അയാൾക്ക് പുരോഹിതരുടെയും ലേവ്യരുടെയും ഇടയിൽ ധാരാളം സ്നേഹിതരും ഉണ്ടായിരിക്കുന്നു. അയാളുടെ ജീവിതം മെച്ചപ്പെടുവാൻ തുടങ്ങി. ജീവിതത്തിൽ അയാളുടെ ഭാഗ്യം തെളിഞ്ഞു വന്നു. കൂടാതെ സമൂഹത്തിൽ ഒരു നല്ല മനുഷ്യനാണെന്ന അംഗീകാരവും അയാൾക്ക് ഉണ്ടായി തുടങ്ങി. ഇതെല്ലാം സംഭവിച്ചത് അയാൾ ദൈവത്തിന് കൊടുക്കേണ്ടത് കൊടുത്തതിനാലാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ കാര്യം നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങളുടെ ഭാഗ്യം നിങ്ങളുടെ കരങ്ങളിലാണ്. നിങ്ങൾ ദൈവവേല ചെയ്യുന്നവർക്ക് കൂടുതൽ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ തിരികെ ലഭിക്കുന്നു. ഉദാരമായ ഹൃദയത്തോടെ നൽകുക, അപ്പോൾ ദൈവം നിങ്ങളോട് ഉദാരമായി വർത്തിക്കും. ദൈവത്തിന് നൽകുന്നതിനാൽ നിങ്ങൾ പിശുക്ക് കാണിച്ചാൽ എങ്ങനെയാണ് ദൈവത്തോട് സൗഖ്യം ചോദിക്കുന്നത്? അയാളുടെ വാക്കുകളാൽ സമൂഹം മോഹനിദ്രയിലായ പോലെ കാണപ്പെട്ടു. അപ്പോൾ ആളുകൾ അയാളുടെ നേർക്ക് പണം എറിഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്നെ സുഖപ്പെടുത്തൂ, ഇതാ ദൈവത്തിലുള്ള എൻ്റെ സമ്മാനം, എനിക്ക് സൗഖ്യം തരൂ. പണം എറിയുകയും വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നവരുടെ പക്കൽ ചെന്ന് വിവേകിയായി തോമസ് അവരെ സ്പർശിച്ചിട്ട് പറഞ്ഞു, ദൈവനാമത്തിൽ ഞാൻ നിന്നെ സുഖപ്പെടുത്തുകയാണ്. അഹന്ത നിന്നെ വിട്ടുപോകട്ടെ. ഇപ്പോൾ നീ സൗഖ്യം സ്വീകരിക്കുക. ദൈവത്തിൻ്റെ ശക്തി നിരസിക്കരുത്. ഹൃദയം തുറന്ന് ദൈവത്താൽ സുഖം പ്രാപിക്കുക. ദൈവത്തോട് ഉദാരമായി വർത്തിക്കുകയും ദൈവത്തിൽ നിന്ന് ഉദാരമായി സ്വീകരിക്കുകയും ചെയ്യുവിൻ. വിവേകിയായ തോമസ് അവരുടെ മധ്യത്തിലൂടെ നടക്കുമ്പോൾ ആളുകൾ ഉന്മത്തരായി കാണപ്പെട്ടു. കർത്താവെ, പത്രോസ് പറഞ്ഞു, നിശ്ചയമായി ഇത് തിന്മയാണ്. അതേ സ്നേഹിത, അതങ്ങനെ തന്നെയാണ്. തോമസിൻ്റെ പക്കലേക്ക് നടന്നുകൊണ്ട് ഞാൻ പറയുമ്പോൾ തോമസ് എൻ്റെ നേരെ എത്തി നോക്കിയിട്ട് ഉച്ചത്തിൽ ചോദിച്ചു, നിനക്ക് സുഖം പ്രാപിക്കണമോ? അങ്ങനെയെങ്കിൽ ദൈവത്തിന് കൊടുക്കാനുള്ളത് വാഗ്ദാനം ചെയ്യുക. അങ്ങനെ സൗഖ്യമുള്ളവനായി തീരുവിൻ. ഒരു നിമിഷം അവൻ എൻ്റെ കണ്ണുകളിൽ നോക്കിയിട്ട് അനങ്ങാതെ നിന്നു. നീ ആരാണ് എന്ന് അവൻ ചോദിച്ചപ്പോൾ സമൂഹം നിശ്ചലമായി. ഞാൻ സത്യമാണ്, ഞാൻ പറഞ്ഞു. വഞ്ചനയുടെ ചങ്ങലകൾ പൊട്ടിക്കുകയും സാത്താൻ്റെ നുണകൾ ചീന്തി മാറ്റുകയും എല്ലാ തിന്മകളും പരാജയപ്പെടുത്തുകയും ചെയ്യുന്ന സത്യമാണ് ഞാൻ. എന്താണ് നീ പറയുന്നത്? വിവേകിയായ തോമസ് മന്ത്രിച്ചു. നിന്റെ ഹൃദയത്തിനുള്ളിലേക്ക് നോക്കൂ, അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിനക്ക് മനസ്സിലാകും. നിന്നെ നയിക്കുന്നത് ആരാണെന്ന് നീ അറിയും. ആരാണ് നിന്നിലൂടെ പ്രവർത്തിക്കുകയും ദൈവമക്കളെ ദൈവത്തിൽ നിന്നകറ്റി പാപത്തിലേക്കും സ്വാർത്ഥ ചിന്തകളിലേക്കും നയിക്കുന്നത് നീ കാണും. ഇവനെ പുറത്തെറിയുവൻ. നിശബ്ദനായി നോക്കി നിൽക്കുകയെന്ന ആളുകളോട് അയാൾ ആക്രോശിച്ചു. നിന്നെ എനിക്കറിയാം, വികൃതമായ മുഖഭാവത്തോടെ അയാൾ പറഞ്ഞു. എന്നിട്ട് അയാൾ എന്നെ ദൂഷിച്ച് സംസാരിക്കുവാൻ തുടങ്ങി. ഈ മനുഷ്യനെ വിട്ട് പുറത്തു പോകുവാൻ ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു. സാത്താനെ, പുറത്തു പോകൂ.
ഞാൻ പറഞ്ഞു. ഒരലർച്ചയോടെ വിവേകിയായ തോമസ് നിലത്ത് വീണു. വേദന കൊണ്ട് പുളയുകയും വായിൽ നിന്ന് നുര ഒലിപ്പിക്കുകയും ചെയ്തു. പിന്നെ അവനെ വിട്ടുപോകുന്ന ഒരു സ്വരം ഇങ്ങനെ പറഞ്ഞു, എന്നെ വെറുതെ വിടൂ, എന്നെ വെറുതെ വിടൂ. ആ സ്വരം കാറ്റിൽ ലയിച്ച് തോമസിന് ബോധം വീണു. ഞാൻ ജനക്കൂട്ടത്തോട് സംസാരിച്ചു. ഈ മനുഷ്യൻ സാത്താൻ്റെ അധീനതയിലായിരുന്നു. ഇയാൾ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് സ്വാർത്ഥതയും അത്യാഗ്രഹവുമാണ്. ഇയാൾ നിങ്ങളെ പാപം ചെയ്യുവാൻ പഠിപ്പിച്ചിട്ട് അത് ദൈവേഷ്ടമാണെന്ന് പറഞ്ഞ് നിങ്ങളത് ശ്രവിച്ചു എന്നത് എന്ത് വിഡ്ഢിത്തമാണ്. നിങ്ങളുടെ സ്നേഹമാണ് ദൈവത്തിന് ആവശ്യം. ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാനും നിങ്ങളുടെ അയൽക്കാരെ സ്നേഹിക്കുവാനുമാണ് അവിടുന്ന് നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. അവിടുത്തെ സ്നേഹത്തിനും സൗഖ്യത്തിനും വില കൊടുക്കണമെന്ന് ദൈവം കരുതുന്നില്ല. നിങ്ങൾ ഇരിക്കുന്നത് സിനഗോഗിന് മുമ്പിലാണെന്നോ പിൻപിലാണെന്നോ എന്നത് ദൈവത്തിന് വിഷയമില്ല. അല്ലെങ്കിൽ നിങ്ങൾ പുരോഹിതരെയും ലേവ്യരെയും പ്രസാദിപ്പിക്കുന്നുണ്ടോ എന്നും അവിടുന്ന് നോക്കുന്നില്ല. നിങ്ങൾ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നതായി തീർന്നാൽ മാത്രം മതി. എത്ര എളുപ്പത്തിൽ സാത്താന് നിങ്ങളെ കബളിപ്പിക്കാനാകുമെന്നോ. തിന്മയായതിനെ കാഴ്ചയിൽ നന്മയെന്ന് തോന്നിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവവചനം പ്രഘോഷിക്കുന്നവരെ ശ്രവിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പ്രതിഫലത്തിന് വേണ്ടിയാണ് അവർ അത് ചെയ്യുന്നതെങ്കിൽ, മറ്റുള്ളവരെക്കുറിച്ച് ചിന്തയില്ലാതെ അവർ അത് ചെയ്യുന്നെങ്കിൽ, സ്വാർത്ഥതയാണ് അവർ പ്രോത്സാഹിപ്പിക്കുന്നതെങ്കിൽ, ജീവിതത്തിലുള്ള നിങ്ങളുടെ സ്ഥാനമാനങ്ങളാണ് ദൈവം കണക്കിലെടുക്കുന്നതെന്ന് അവർ നിങ്ങളെ പഠിപ്പിക്കുന്നെങ്കിൽ, നിങ്ങൾ നഷ്ടങ്ങൾ സഹിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹമെന്ന് അവർ പറയുന്നെങ്കിൽ, അറിയുവിൻ, അവർ ദൈവവചനമല്ല മറിച്ച് സ്വന്തം വചനമാണ് പ്രഘോഷിക്കുന്നത്. അല്ലായെങ്കിൽ അവർ ഈ മനുഷ്യനെ പോലെ ആത്മാവ് പിശാച് ബന്ധത്തിലായിരിക്കാം. ഭക്തരായവരെ പോലും മോഹിപ്പിച്ച് വശീകരിക്കുകയും കബളിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് പിശാച്. എത്ര അനായാസമായിട്ടാണ് പിശാച് നിങ്ങളെ സംഭ്രമിപ്പിച്ചത്. അതുകൊണ്ട് ഇന്ന് സംഭവിച്ചത് നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. തോമസ് അപ്പോൾ ഉണർന്ന് എൻ്റെ മുമ്പിൽ മുട്ടുകുത്തി എന്ന് പറഞ്ഞു, എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇവിടെ എന്ത് ചെയ്യുകയാണ്? ഞാൻ അവൻ്റെ ശിരസിൽ കരം വയ്ക്കുമ്പോൾ പറഞ്ഞു, നീ സുഖം പ്രാപിച്ചിരിക്കുകയാണ്. വീട്ടിൽ പോയി നിന്റെ കുടുംബത്തോട് ചേരുക. ശക്തനും ഗർവിഷ്ഠനുമായി കാണപ്പെട്ട തോമസ് ഇപ്പോൾ വിനീതനായിട്ടാണ് ഇരിക്കുന്നത്. അവനിലെ ദുരാത്മാവ് പോയി. ഇപ്പോൾ അവൻ തൽസ്വരൂപനായിരിക്കുന്നു. പക്ഷേ അവൻ അനേകരെ സൗഖ്യപ്പെടുത്തിക്കൊണ്ടായി. സമൂഹമധ്യയിൽ നിന്ന് ആരോ വിളിച്ചു പറഞ്ഞു, സുഖപ്പെടുത്താനുള്ള ശക്തി ദുഷ്ടാരൂപിക്കുമുണ്ട്, എന്നാൽ അത് തെറ്റായ സൗഖ്യമാണ്, നിലനിൽക്കുകയില്ല. ഇത്തരത്തിലുള്ള സൗഖ്യങ്ങളൊക്കെ നിങ്ങൾക്ക് നൽകപ്പെട്ടത് പാപസന്ദേശങ്ങൾക്ക് ഒരു മറയുണ്ടാകുവാനാണ്. അത്ഭുതമെന്ന് പറയപ്പെടുന്ന സംഭവത്തിൽ മാത്രമാണ് ശ്രദ്ധ പലരും കൊടുക്കുന്നത്. ഇത് അത്ഭുതമൊന്നുമല്ല, മറിച്ച് മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ ഉപയോഗിക്കുന്ന ചതിയാണ്. പിശാചിന് ശക്തിയുണ്ട്, ഏറെ കാര്യങ്ങൾ ചെയ്യുവാനുമാകും. എന്നാൽ ഒരിക്കലും ദൈവത്തെ പരാജയപ്പെടുത്തുവാനോ ദൈവസ്നേഹത്തിൽ വസിക്കുന്ന ഒരാത്മാവിനെ നശിപ്പിക്കുവാനോ സാധിക്കുകയില്ല. ഞാൻ പ്രതിവച്ചു. അവനെ കല്ലെറിയൂ. വിവേകിയായ തോമസിനെ നോക്കിക്കൊണ്ട് ആളുകൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, അവനെ കല്ലെറിയണം, അവൻ പിശാചാണ്. ഞാൻ കൈ ഉയർത്തി പറഞ്ഞു, അതെ, അവനിൽ പിശാച് ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ ഇല്ല. ആന്തരികമായി അവൻ അനുഭവിച്ച സംഘർഷത്തിലൂടെ തന്നെ അവനുള്ള ശിക്ഷ ലഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അവൻ സ്വതന്ത്രനാക്കപ്പെട്ടിരിക്കുകയാണ്. അവൻ്റെ ജീവനെടുത്തിട്ട് നിങ്ങൾ വെറുതെ തടവറയിലാകരുത്. ഞാൻ തുടർന്ന് സംസാരിച്ചപ്പോൾ ആളുകൾ വീണ്ടും നിശബ്ദരായി കേട്ടുനിന്നു. ഇപ്പോൾ നിങ്ങൾ ഭവനത്തിലേക്ക് തിരികെ പോവുക. എന്നാൽ ഭാവിയിൽ നിങ്ങൾ എന്താണ് അല്ലെങ്കിൽ ആരെയാണ് ശ്രവിക്കുന്നതെന്ന കാര്യത്തിൽ ശ്രദ്ധയുള്ളവരായിരിക്കണം. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുവെന്നും നിങ്ങളോട് ക്ഷമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെന്നും നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നും എപ്പോഴും ഓർമ്മിക്കണം. ഈ വചനം ഉള്ളിലുണ്ടെങ്കിൽ ശരിയും തെറ്റും തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആളുകൾ പിരിഞ്ഞുപോയി. അപ്പോഴും തോമസ് അവിടെ ഉണ്ടായിരുന്നു. എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നുന്നു, അവൻ പറഞ്ഞു. അതൊരു പേക്കിനാവായിരുന്നു, എന്നാൽ എല്ലാം കഴിഞ്ഞിരിക്കുന്നു. ദൈവത്തിന് നന്ദി. ഇപ്പോൾ നിന്റെ ഭവനത്തിലേക്ക് പോകൂ. നിന്റെ കുടുംബം നിന്നെ കാണാതെ വിഷമിക്കുകയാണ്. അവർ നിന്നെ സ്നേഹിക്കുന്നു, നിനക്കായി കാത്തിരിക്കുന്നു. വേഗം തിരിച്ചു പോകുവിൻ. ഞാൻ പറഞ്ഞു, അതെ, ഞാൻ പോവുകയാണ്. ഒരുപാട് നാളായി ഞാൻ അവരെ വിട്ടു പോന്നിട്ട്. ഈ പേക്കിനാവ് തുടങ്ങിയ നാൾ മുതൽ ഞാൻ അലയുകയാണ്. താങ്കൾക്ക് നന്ദി പറയട്ടെ. നന്ദി, അവൻ പറഞ്ഞു. എന്നിട്ട് എൻ്റെ കരം ചുംബിച്ചു. തോമസ് പോയപ്പോൾ പത്രോസ് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് എൻ്റെ അരികിൽ വന്നു, തങ്ങൾ ചതിക്കപ്പെടുകയാണെന്ന് എന്തുകൊണ്ട് ആളുകൾ മനസ്സിലാക്കിയില്ല? സമ്പത്തും പണവും മാത്രമായിരുന്നു അയാളുടെ സംസാര വിഷയം. അവരുടെ പണം ആവശ്യപ്പെടുക മാത്രമാണ് അവൻ ചെയ്തത്. എന്നിട്ടും എന്തുകൊണ്ടാണ് ആളുകൾ ഇതൊന്നും അറിയാതെ പോയത്? കാരണം അവർക്ക് അത് വിശ്വസിക്കാനാണ് ഇഷ്ടം. അവർക്ക് സൗഖ്യം വേണം. കൂടാതെ അവരുടെ ചിന്താധാരകളും ജീവിതശൈലിയും ശരിയാണെന്ന് കേൾക്കുകയും വേണം. ജീവിതത്തിൽ സ്വാർത്ഥതയും അഹങ്കാരവും അത്യാഗ്രഹവും മുന്നിട്ട് നിൽക്കുമ്പോഴാണ് ആളുകൾ സാധാരണയായി തിന്മ സ്വീകരിക്കുന്നത്. പിന്നെ ആരെങ്കിലും അതൊക്കെയും ശരിയാണെന്ന് പറയുമ്പോൾ അവർ അത് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നു. സത്യം പറയപ്പെടുമ്പോൾ അത് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം അപ്പോൾ സ്വന്തം ജീവിതത്തിലെ പാപങ്ങളൊക്കെ ആളുകൾ കാണുകയാണ്. എത്രയധികം മാറ്റമാണ് തന്നിൽ ഉണ്ടാകേണ്ടതെന്നും അവർ അറിയുകയാണ്. ഇത് പലർക്കും വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അവർ തങ്ങൾക്ക് ഇണങ്ങുന്നത് മാത്രം സ്വീകരിക്കുന്നു. നിങ്ങൾ ആയിരിക്കുന്നത് പോലെ അങ്ങ് പോയാൽ മതി എന്ന് കേൾക്കുന്നതാണ് അവർക്ക് സുഖകരം. ഇത് പിശാചിൻ്റെ വലിയ വഞ്ചനയാണ്. എല്ലാ അനുയായികളോടുമായി ഞാൻ വിശദീകരിച്ചപ്പോൾ അവരൊക്കെ ശിരസ് ചലിപ്പിച്ചു, അതിനോട് യോജിപ്പ് പ്രകടിപ്പിക്കാൻ തുടങ്ങി. എന്നാൽ യൂദാസ് മാത്രം എത്രയധികം പണമാണ് ആ സമൂഹത്തിൽ നിന്ന് പിരിവായി കിട്ടിയെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. യൂദാസ്, ഞാൻ പറഞ്ഞു, അത്യാർത്തി എന്ന പാവത്തിന് വഴങ്ങരുത്. അത് നിന്റെ ആത്മാവിനെ നശിപ്പിക്കാൻ പോകുന്നതാണ്. ശരിയാണ് കർത്താവേ, ഞാൻ പറഞ്ഞതൊന്നും കാര്യമായി ശ്രദ്ധിക്കാതിരുന്ന യൂദാസ് പറഞ്ഞു.
പ്രിയ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ വായന ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് നാളെ കണ്ടുമുട്ടാം.